നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ച കോൺഗ്രസിൽ നടക്കുന്ന ചേരിപ്പോരുകളും തർക്കങ്ങളുമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കങ്ങളാണ് എല്ലാ പാർട്ടികളും ഇപ്പോൾ നടത്തേണ്ടത്. എന്നാൽ കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയാണ് പ്രധാന ചർച്ച. അത് അവർ സ്വയം ഒരു കുഴി തോണ്ടുകയില്ലേ കോൺഗ്രസിന്റെ തന്നെ? അവര് കുഴി തോണ്ടുന്നൊന്നും പറയാൻ പറ്റിയല്ല. അവര് കുഴി തോണ്ടി കഴിഞ്ഞല്ലോ, കുഴിയിലാണല്ലോ അവര്. അവർക്കൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണം എന്നുള്ളതല്ല അവരുടെ ഇപ്പോഴത്തെ ചർച്ച. ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവൻ ആരാണ് മുഖ്യമന്ത്രി, ആര് മുഖ്യമന്ത്രി ആകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും വഴക്കുകളും. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ജാത്തിയിലുള്ളതാ, അത് തൂത്താ പോവില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ തർക്കങ്ങളുടെയും വഴക്കുകളുടെയും ഒരു സമന്വയമാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അണികളെക്കാൾ കൂടുതൽ നേതാക്കളുള്ള അണികളെക്കാൾ കൂടുതൽ നേതാക്കൾ എന്ന് പറയാൻ പറ്റിയല്ല. അണികളുണ്ട്, അത്യാവശ്യം അണികളുണ്ട്. മാത്രമല്ല കോൺഗ്രസ് വെറും 7 MLA-മാരുണ്ടായിരുന്ന നിയമസഭയിൽ കോൺഗ്രസ് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് അവര് പലപ്പോഴും ഭരണം പിടിച്ചിട്ടുള്ളത്. ഘടകകക്ഷികളെ വെട്ടിയൊതുക്കിയായാലും ഘടകകക്ഷികളെ ചൂണ്ടുവരിൽ നിർത്തിയായാലും ശരി തന്നെ അവര് കാലാകാലങ്ങളിൽ ഭരിച്ചിട്ടുള്ളതെല്ലാം കോൺഗ്രസ് നല്ല പ്രവർത്തനങ്ങൾ നടത്തി തന്നെയല്ല, ചാണക്യ തന്ത്രങ്ങൾ മെനഞ്ഞുമാണ്. അതിന്റെ ഉസ്താദ് എന്ന് പറയുന്നത് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയൊക്കെയാണ്. AK ആന്റണി ആ കാര്യത്തിൽ പരാജയമാണെങ്കിലും കെ കരുണാകരനാണ് അതില് ഏറ്റവും ചാണക്യം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പാർട്ടിയെ വളർത്തുന്ന രീതിയായിരുന്നു. അല്ലാതെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി ആവണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് KPC പ്രസിഡന്റ് ആവണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് ആവണം എന്നുള്ളതല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ കാലാകാലങ്ങളിൽ അങ്ങനെ ആയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ മിടുക്ക. അദ്ദേഹത്തിന് ശേഷം ഈ പാർട്ടിയിൽ ആരിയിരിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഈ പാർട്ടിയിൽ ആരിയിരിക്കുന്നു, AK ആന്റണിക്ക് ശേഷം ഈ പാർട്ടിയിൽ ആരിയിരിക്കുന്നു. ഇപ്പൊ ഉള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ആരാണ് പാർട്ടിയെ വളർത്തുന്നത്? യഥാർത്ഥത്തിൽ VD സതീശൻ കുറെ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ്. ഭൂരിപക്ഷത്തോടെ ഇപ്പോൾ നടന്ന ഈ സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെല്ലാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തൃക്കാക്കരയായിരുന്നു. തൃക്കാക്കരയില് PT തോമസ് വിജയിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ഉമ്മ തോമസ് ജയിച്ചത്. രണ്ടാമത് നടന്നതാണ് വിഷ്ണു പറഞ്ഞതുപോലെ ചാണ്ടിയുമ്മന്റെ പുതുപ്പള്ളി. അതില് സതീശൻ പറഞ്ഞിരുന്നത് ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ സതീശന്റെ ഉത്തരവാദിത്വം എന്ന് തന്നെയാണ്. അത് ശരിയാണ്. പക്ഷെ ചാണ്ടിയുമ്മൻ പോലും അവിടെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പിന്നീട് സഹതാപ തരംഗങ്ങൾ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലൊന്നും ജയിക്കാൻ സാധ്യതയില്ല. അതുപോലെ പാലക്കാട് സഹതാപ തരംഗമാണോ പാലക്കാട് ജയിച്ചത്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതൊന്നും സഹതാപ തരംഗമല്ല. അത് കൃത്യമായ സംഘടനാ പാഠവും കൊണ്ടും കൃത്യമായ പ്രവർത്തനങ്ങളും കൊണ്ടും മാത്രം ജയിച്ചതാണ്. പിന്നെ അവിടെ ജയിക്കേണ്ടത് പലരുടെ ആവശ്യമായിരുന്നു. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യമായിരുന്നു അവിടെ ജയിക്കേണ്ടത്. അവിടെ തോറ്റിരുന്നെങ്കിൽ കോൺഗ്രസ് ഇന്നൊന്നും അല്ലാതായി പോയത്. അതെ. പക്ഷേ ഒരു രാഷ്ട്രീയ ചർച്ച നടന്ന യഥാർത്ഥത്തിൽ ചേലക്കര തന്നെയായിരുന്നു. ചേലക്കരയില് രാഷ്ട്രീയ ചർച്ച നടന്നു, അവര് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പക്ഷെ ചേലക്കര എന്നും എക്കാലത്തും LDF-നൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട മറ്റൊരു വിഷയമുണ്ട്. മണ്ഡലം പുനർനിർണയം കഴിഞ്ഞപ്പോൾ 2006 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് തോന്നുന്നു അതിനൊരു വർഷം മുമ്പാണ് തോന്നുന്നു മണ്ഡല പുനർനിർണയം നടന്നു. ഈ മണ്ഡല പുനർനിർണയം നടന്നപ്പോൾ അവിടെ CPM കൃത്യമായി ഗ്രഹപാഠം ചെയ്തു. CPM കൃത്യമായി ഗ്രഹപാഠം ചെയ്താണ് CPM-ന് ജയിക്കാൻ പറ്റിയ ഏകദേശം 75-നും 80-നും ഇടയിലുള്ള മണ്ഡലങ്ങൾ അവർക്ക് സ്വന്തമായി ജയിക്കാൻ, ആരുടെയും വലിയ രീതിയിലുള്ള പിന്തുണ ഇല്ലെങ്കിൽ പോലും അവർക്ക് ജയിക്കാനുള്ള കളമൊരുക്കിയവർ, അവർക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളെ കൂട്ടിച്ചേർത്ത് ഒരു മണ്ഡലം പുനർവിഭജനം നടത്തി.
അതൊരു വലിയ ഘടകമാണ്. അത് യു ഡി എഫോ കോൺഗ്രസോ, യു ഡി എഫിൽ ഒരു ഘടകകക്ഷി കോൺഗ്രസോ ഒന്നും അത് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അതിന്റെ പോരായ്മകളാണ് അവർ ഈ അനുഭവിക്കുന്നത് മൊത്തം. ഇപ്പോ സതീശനൊക്കെ നടക്കുന്ന ഒരു സമുദായ നേതാക്കളുടെ പുറകെ നടക്കുകയാണ്, അവരുടെ ഒരു പുന്നോമന പുത്രനാവാൻ വേണ്ടി. സമുദായ നേതാക്കളെ ഇപ്പം അങ്ങനെ പറഞ്ഞാല് സതീശനെ ഏത് സമുദായമാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നായർ സമുദായമോ? നായർ സമുദായത്തിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താ? നാരായണ പണിക്കരെ ചെന്നിത്തല വിളിച്ചുകൊണ്ടുവന്ന് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്നതാണ് നാരായണ പണിക്കർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ NSSന് ഇഷ്ടമെന്ന് പിന്നെ കാണിച്ചു കൊടുത്തതാണ്. അത് പറഞ്ഞില്ലെങ്കിലും നേരത്തെ അങ്ങനെ ആയിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് താക്കോൽ സ്ഥാനത്ത് ഇരുത്താൻ പറഞ്ഞു, ഇരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ NSSന്റെ ആവശ്യം NSSനെ കൊണ്ട് പറയിച്ച് ആഭ്യന്തരമന്ത്രിയായ ആളാണ് ചെന്നിത്തല. ചെന്നിത്തലയ്ക്ക് എപ്പോഴും താക്കോൽ സ്ഥാനിയാവണം, താക്കോൽ സ്ഥാനം വേണം അദ്ദേഹത്തിന്. അത് കഴിഞ്ഞ പ്രാവശ്യം നേടിക്കൊടുത്തത് NSS ആണ്. ഇപ്പോഴും NSS പറയുന്നത് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം, മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം. അത് സതീശനെ സംബന്ധിച്ച് സതീശൻ അങ്ങനെ ഒരു സാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ സഭകളുടെ പുറകെ അങ്ങനെ ഒരു ആവശ്യമായിട്ട് പോയതായിട്ട് കാണുന്നില്ല, അറിയാൻ കഴിയുന്നില്ല. സതീശൻ എല്ലായിടത്തും ഒരു അക്സസ് ഉണ്ട്, എല്ലായിടത്തും പുള്ളിക്ക് ബന്ധപ്പെടാനും അത്യാവശ്യം പിന്തുണ എല്ലാ സമുദായത്തിലും ഉണ്ട്. ഏത് സമുദായത്തിലാ സതീശനില്ലാത്ത? ക്രൈസ്തവ സമുദായത്തിലില്ലേ, മുസ്ലിം സമുദായത്തിലില്ലേ, NSSലില്ലേ, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എന്ന് വിചാരിച്ചൊരു പൊതുസമ്മതനായി അടുത്ത മുഖ്യമന്ത്രി ആവാൻ സതീശൻ വരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കോൺഗ്രസ് ആണ് പാർട്ടി. വേറെ ഏതെങ്കിലും പാർട്ടിയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ആക്കാത്തൊരു ചരിത്രം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ആക്കിയ ചരിത്രമാണുള്ളത്. പ്രതിപക്ഷ നേതാവ് എപ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടോ പിറ്റേ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കുവാണെങ്കിൽ അവർ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അപൂർവം ചില സാഹചര്യങ്ങളിൽ മാത്രമേ അങ്ങനെ ആകാതിരുന്നിട്ടുള്ളൂ. അല്ല, ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സതീശൻ അടുത്ത ഭരണം കിട്ടുവാണെങ്കിൽ, UDFന് ഭരണം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് ഭരണം കിട്ടുവാണെങ്കിൽ മുഖ്യമന്ത്രി ആകുമോ എന്ന് ചോദിച്ചാൽ അത് കണ്ണടച്ച് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തർക്കങ്ങളും ആരാകും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. അത് ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 ദിവസമായി അതിനൊരു തടയിട്ടിട്ടുണ്ട്. ACC ശക്തമായ മുന്നറിയിപ്പും താക്കീതും കൊടുത്തതനുസരിച്ച് അതൊന്ന് നിർത്തിവെച്ചിട്ടുണ്ട്.